താങ്ക് യു ഫാദർ ലോർഡ്. ഇന്ന് രാത്രിയിൽ ഒത്തിരി നന്ദി പറയുകയാണ്. ഞങ്ങൾക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ കർത്താവേ. ഞങ്ങൾക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കാര്യങ്ങൾ പറയാനും, ഞങ്ങളുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കുവാനും, ഞങ്ങളുടെ വേദനകൾ പങ്കുവയ്ക്കുവാനും, ഞങ്ങളുടെ നിരാശകൾ കാണാനും, ഞങ്ങളെ ഉള്ളതുപോലെ അറിയാനും. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങല്ലാതെ വേറെ ആരുമില്ല. യേശുപ്പച്ച, ഇന്ന് രാത്രിയില്ല യേശുവിനോട് പറ, യേശുവേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. അങ്ങേക്ക് ആയിരങ്ങൾ ഉണ്ടാകാം, പക്ഷേ എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ. എൻ്റെ സങ്കടങ്ങൾ പറയാൻ, എൻ്റെ വേദനകൾ പറയാൻ, എൻ്റെ എല്ലാ അവസ്ഥകളിലും സംസാരിക്കാൻ, ആശ്വാസം പകരുവാൻ യേശുവേ അങ്ങ് മാത്രമേ ഉള്ളൂ. ഓ താങ്ക് യു ലോർഡ്. എനിക്കങ്ങു മാത്രമുള്ളൂ, അങ്ങേക്കായിരങ്ങളുണ്ടാകാം. എനിക്കങ്ങു മാത്രമുള്ളൂ, അങ്ങേക്കായിരങ്ങളുണ്ടാകാം. കരയാൻ, സങ്കടം പറവാൻ, ആശ്രയിപ്പാൻ നീ മാത്രമേ ഉള്ളൂ. കരയാൻ, സങ്കടം പറയാൻ, ആശ്രയിപ്പാൻ നീ മാത്രമേ ഉള്ളൂ. യേശുവാണെൻ ബലം, യേശുവാണെൻ സഹായം, യേശുവാണെൻ ബലം, യേശുവാണെൻ സഹായം. യേശുവിനോട് പറയും, യേശുവേ അങ്ങേക്ക് ഒരുപാട് ആയിരങ്ങൾ കാണാം, പക്ഷേ എനിക്ക് അങ്ങേ പോലെ വേറെ ആരും കിട്ടത്തില്ല. അങ്ങയുടെ ദൃഷ്ടിയിൽ ഒരുപാട് യോഗ്യന്മാർ കാണാം, പക്ഷെ എൻ്റെ ദൃഷ്ടിയിൽ അങ്ങ് മാത്രമേ ഉള്ളൂ. എൻ്റെ സങ്കടം പറയാൻ, എൻ്റെ വേദന പങ്കുവെക്കുവാൻ, എൻ്റെ നിരാശയിൽ എന്നോട് സംസാരിക്കുവാൻ, എൻ്റെ താഴ്ചയിൽ എന്നോട് കൂടെ ഇരിക്കാൻ യേശുവേ അങ്ങ് മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, അങ്ങില്ലാതിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എവിടെയൊക്കെയോ തകർന്നു പോയേനെ. എന്നെ നിർത്തിയത് അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ സ്നേഹമാണ്. ഇന്ന് രാത്രിയിലും എനിക്ക് അങ്ങയുടെ സ്നേഹം വേണം. എല്ലാ ദൈവമക്കളുമായ യേശുവിനോട് നന്ദി പറഞ്ഞാണ്. യേശുവിനോട് എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ അപ്പാ. എനിക്കങ്ങു മാത്രമുള്ളൂ, അങ്ങേക്കായിരങ്ങളുണ്ടാകാം. എനിക്കങ്ങു മാത്രമുള്ളൂ, അങ്ങേക്കായിരങ്ങളുണ്ടാകാം. കരയാൻ, സങ്കടം പറവാൻ, ആശ്രയിപ്പാൻ നീ മാത്രമേ ഉള്ളൂ. കരയാൻ, സങ്കടം പറയാൻ, ആശ്രയിപ്പാൻ നീ മാത്രമേ ഉള്ളൂ. യേശുവാണെൻ ബലം, യേശുവാണെൻ സഹായം, യേശുവാണെൻ ബലം, യേശുവാണെൻ സഹായം. നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ മാർത്ത, മറിയ, ലാസർ എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലാസർ മരിക്കാറായി കിടന്നു. അത് യേശുവിനെ അറിയിച്ചു, പക്ഷെ യേശു വന്നില്ല. അവിടെ ദൈവമഹത്വം വെളിപ്പെടേണ്ടതാകൊണ്ട് കർത്താവ് അവിടെ ലേറ്റായി. പക്ഷെ അവിടെ മറിയ പറയുന്നൊരു പദമുണ്ട്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ
എൻ്റെ സഹോദരൻ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരത്തില്ലായിരുന്നു, എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു, നീ ഇല്ലാത്തതാണ് പ്രശ്നം. അപ്പം മറിയ പറഞ്ഞ അതേ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. മറിയ പറയുകയാണ്, ഞങ്ങൾക്കിവിടെ ഒത്തിരി യഹൂദന്മാരുണ്ട്, എല്ലാവരും ഞങ്ങളുടെ ഒരാവശ്യം വരുമ്പോൾ ഉണ്ട്, പക്ഷേ അങ്ങേപ്പോലെ ആർക്കും ആകാൻ കഴിയത്തില്ല. അങ്ങേപ്പോലെ ഞങ്ങളെ ആശ്വസിപ്പിക്കാനും അങ്ങേപ്പോലെ ഞങ്ങളെ സ്നേഹിക്കാനും ആർക്കും കഴിയത്തില്ല. ഇനി എത്ര ആയിരങ്ങളുണ്ടെന്ന് പറഞ്ഞാലും യേശുവിനെ പോലെ ഉലകത്തിൽ ആരും തന്നെയില്ല. ഇന്ന് രാത്രിയില്ല കർത്താവിനോട് സ്നേഹത്തോടു കൂടെ പറയാമറിയാമോ, കർത്താവേ എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ. ഈ പാട്ടിൻ്റെ വരി എത്ര പേര് അത് ഹൃദയത്തിൽ ധ്യാനിച്ചു പറയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ടിൻ്റെ വരിയാണ്. പാട്ടുകാരൻ പാടിയത് ഇങ്ങനെയാണ്: എനിക്ക് യേശു മാത്രമേ ഉള്ളൂ. യേശുവിന് പക്ഷേ ആയിരങ്ങൾ ഉണ്ടാവാം, പക്ഷെ എനിക്കതുപോലെ ഇല്ല. എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് എൻ്റെ യേശുവിലാണ്. ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നത് എൻ്റെ ബലമാകുന്ന, എൻ്റെ പാറയാകുന്ന, എൻ്റെ സങ്കേതമാകുന്ന എൻ്റെ യേശുവിലാണ്. ഇന്ന് രാത്രിയിൽ ആ കർത്താവിനോട് പറയാമോ, കർത്താവേ അങ്ങയുടെ സ്നേഹം ആഴമായി എനിക്കറിയാം ഇന്ന് രാത്രിയിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ദൈവസ്നേഹത്തിൻ്റെ ഒരു പകർച്ച ഇതിനകത്ത് പകരുന്നുണ്ട് എൻ്റെ കർത്താവ്. ആരോടൊക്കെയോ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാഴ്ചക്കാരെ പോലെയല്ല നമ്മൾ ഇതിനകത്തായിരിക്കേണ്ടതിന്. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എന്ന് പറഞ്ഞാട്ടെ, ആ ഒരു എന്തൊക്കെയോ പറയാൻ വന്നിരിക്കുന്നുള്ള മനോഭാവമൊക്കെ മാറ്റി വെച്ചിട്ട് കർത്താവിനോട് ഒന്ന് പേഴ്സണലി സിമ്പിളായിട്ടൊന്ന് ഹൃദയം തുറന്നാട്ടെ. പറ, നമ്മൾ മക്കളോട് സംസാരിക്കുന്നത് പോലെ വേണ്ടപ്പെട്ടവരോട് അവരെക്കാളും ഒക്കെ വേണ്ടപ്പെട്ടവരാ ദൈവം നമുക്ക്. അപ്പം നമ്മൾ ആ വേണ്ടപ്പെട്ട ദൈവത്തോട് എങ്ങനെ സംസാരിക്കണമെന്ന് ഒരു റിലേഷൻഷിപ്പ്, അതിനകത്താണ് ഭയങ്കരമായിട്ടുള്ള വിടുതൽ, ഡെലിവറൻസ് നടക്കുന്നത്. ദൈവമായിട്ടുള്ള എൻകൗണ്ടറിനകത്താണ് ഭയങ്കര ഡെലിവറൻസ് നടക്കുന്നത്. ആ ഡെലിവറൻസ് എന്ന് പറയുന്നത് അത് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. അത്രമാത്രം ദൈവം ഭയങ്കരമായിട്ടുള്ള ഡെലിവറൻസ് നമ്മുടെ മേൽ പകരും. ഒറ്റ കാര്യം, ദൈവത്തോട് നമ്മൾ ഇന്ന് രാത്രി സംസാരിക്കുക. എല്ലാവരും ഒന്ന് സംസാരിച്ചാട്ടെ. റഗദലമൻ ഹടഗജന ഘടക ശബ്ദന. കർത്താവേ, എങ്ങനെയാണോ നിങ്ങൾക്ക് ആ കർത്താവിനോട് സംസാരിക്കാൻ കഴിയുന്നത്? ആമേൻ. അത് പാട്ടിലൂടെയാണോ, വാക്കിലൂടെയാണോ, ആമേൻ, അന്യഭാഷയിലൂടെയാണോ, എങ്ങനെയാണോ ഇന്ന് രാത്രിയിൽ ആ കർത്താവിനോട് സംസാരിക്കാൻ കഴിയുന്നത്? ഹൗറബദലമ. നമ്മൾ ചില നിമിഷങ്ങൾ കൂടെ കഴിയുമ്പോൾ ആമേൻ ചില പാട്ടുകൾ കൂടെ പാടി നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. അതിനു മുമ്പേ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇന്ന് പകൽക്കാലം, ആമേൻ, ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ. ചിലരുടെ മേൽ ദൈവത്തിൻ്റെ ഒരു ഫേവർ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഒരു അനുകൂലത ചിലർക്ക് വേണ്ടിയിട്ട് വെളിപ്പെടാൻ പോവുകയാണ്. എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ അത് പ്രതീക്ഷിച്ചു വന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. ആമേൻ. മനസ്സ് തകർന്നു വന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. ആമേൻ. ആവശ്യബോധത്തോടു കൂടെ വന്ന ആരൊക്കെയോ ഇന്ന് രാത്രിയിൽ ഇതിനകത്തുണ്ട്. അവർക്ക് വേണ്ടിയിട്ടെല്ലാം ഇന്ന് രാത്രി തന്നെ കർത്താവ് അനുകൂലമായി വെളിപ്പെടാൻ പോവുകയാണ്.